കഴിഞ്ഞ 8.5 പതിറ്റാണ്ടിലേറെക്കാലമായി വടക്കാഞ്ചേരിയുടെ തിരുനെറ്റിക്കൊരു തിലകക്കുറി ചാർത്തിക്കൊണ്ട് വ്യാപാര രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. അവിടെ പലചരക്ക്, സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ, എല്ലാവിധ ഹോം അപ്ലയൻസസും മികച്ച രീതിയിൽ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ഇതുതന്നെ സന്ദർശിക്കൂ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. ജനമാർക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് മുതുവറ പ്രദേശത്താണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. വടക്കാഞ്ചേരിയുടെ ജനവിധി ഇത്തവണ എന്തായിരിക്കും ചേട്ടൻ? ചേട്ടാ, വടക്കാഞ്ചേരി ഇത്തവണ ആര് വിജയിക്കും? ആര് വിജയിക്കും ഇത്തവണ ഇലക്ഷനിൽ? വടക്കാഞ്ചേരിയില് ചാൻസ് കാണുന്നത്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് വിജയിക്കും? ആരാ ജയിക്കണ്ടേ നിങ്ങളുടെ കണക്കിന്? എന്റെ കണക്കിനല്ല, ഞാൻ ചേട്ടന്റെ കണക്കറിയാൻ വേണ്ടി വന്നതാ. ജനങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾക്ക് ഉല്ലാസ് ജയിക്കണം. ഓക്കെ, വ്യക്തമാണ്. ചേട്ടൻ എന്ത് പറയുന്നു? കാരണം ആള് ഭരിച്ചുകൊണ്ടിരിക്കണം, അതുകൊണ്ട് കാര്യങ്ങൾ ആൾക്കറിയാം. അങ്ങനെ തന്നെ. ഓക്കെ, താങ്ക് യു. ചേച്ചി നമസ്കാരം. വടക്കാഞ്ചേരി ഇത്തവണ ആര് വിജയിക്കും? ഒപ്പത്തിനൊപ്പം. ചേച്ചി എന്ന് പറയണു? അറിയില്ല. കേരളം ആര് ഭരിക്കും? ഭരണം കിട്ടില്ല, ഒരു സൂക്ക് സഭയായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരി തവണ ആര് ഭരിക്കും? UDF ഭരിക്കും. കാരണം മടുത്തു. ഓക്കെ, താങ്ക് യു. നമസ്കാരം. കേരളത്തിൽ തവണ ആര് ഭരണത്തിൽ വരും? ആഗ്രഹം. എവിടെയാണ് വീട്? എവിടെയാണ്? മറ്റം. ഓക്കെ, താങ്ക് യു. രാഷ്ട്രീയം എന്നാണ് ചേട്ടൻ പറയണത്. അവർക്കും രാഷ്ട്രീയമുണ്ട്, അവരുടെ പിന്നിലും രാഷ്ട്രീയ ഗൂഢാലോചനകളുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമാണ്, ജനമാർക്കൊപ്പമാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇത്തവണ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ആര് വിജയിക്കും? ഞാൻ കോൺഗ്രസ്സാണ്. അപ്പൊ ഞാൻ വൈശാഖിനിയല്ലേ പറയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറയണെങ്കിൽ വൈശാഖ് വിജയിക്കുള്ളൂ. കോൺഗ്രസ് തന്നെയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്നും പറയണില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് വിജയിക്കും? ആരെങ്കിലും വിജയിക്കട്ടെ, എന്തായാലും വിജയിച്ചാൽ മതി. വികസനം എങ്ങനെയുണ്ട് പൊതുവെ നാട്ടില്? നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുകളോ ഗുണങ്ങളോ? മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഉല്ലാസ് ബാബു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അതിന്റെ മുന്നത്തെ തവണത്തേക്കാൾ വോട്ട് കുറവാണ്. അപ്പോൾ ഇത്തവണ ഒരു വിജയപ്രതീക്ഷ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. തീർച്ചയായിട്ടും. തൃശ്ശൂരിലെ അവസ്ഥ എന്തായിരിക്കും? ജയിക്കും. എത്ര സീറ്റ് കിട്ടും കേരളത്തിൽ ഇത്തവണ NDAക്ക്? 16-17 സീറ്റ് കിട്ടും. അപ്പൊ ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും? ഓക്കെ ഓക്കെ, താങ്ക് യു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് ഇപ്പൊ 10 വർഷത്തെ ഭരണപരാജയത്തിന്റെ തുടർച്ച എന്തായാലും ഉണ്ടാവുന്ന. അതിപ്പോ അതിന്റെ ഗുണം UDFന് കിട്ടില്ല? ഒരിക്കലും കിട്ടില്ല. അവസരവാദം. ഓക്കെ ഓക്കെ. വർഗീയത ഉണ്ടെന്ന് BJPനെയാണ് എല്ലാരും ആക്ഷേപിക്കുന്നത്. അങ്ങനെയുള്ള പറയുക പരസ്പരം വികസനം ചർച്ച ചെയ്യാൻ ആരും തയ്യാറല്ല. LDF വികസനം മുന്നോട്ട് വെച്ചിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് അവരാണ് പറയുന്നത്. നടന്നു നോക്കിയാൽ അറിയാലോ എന്താ വികസനം. ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് LDF സർക്കാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്? LDF സർക്കാർ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. എന്തൊക്കെയാണ് അഡ്രസ് ചെയ്യാൻ പറ്റും? ഓരോന്നോരോന്നെടുത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇത്തവണത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും?
വടക്കാഞ്ചേരി സേവ്യർ ചിറ്റലപ്പള്ളി ജയിക്കും, കേരളത്തിൽ പിണറായി ഭരിക്കും. അതാണെന്ന് വെച്ചാൽ ഞാൻ പിണറായി വിരുദ്ധനാണെങ്കിലും BJPയുടെ ലക്ഷ്യം അതാണ്, കോൺഗ്രസ് വിമുക്ത ഭാരതം. അപ്പോൾ അത് നടപ്പാക്കും. ഡീല് പറഞ്ഞിട്ടുണ്ട്. ഡീല് കാരണം പിണറായി വിജയിക്കുന്നതാണോ? ജയിക്കും അതാണല്ലോ BJPയുടെ ലക്ഷ്യം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട്. ഒരു എന്താ പറയുക, അതായത് ശരിക്കും പറഞ്ഞാൽ എന്നോടൊരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞാണ്, അതായത് ശരിക്കും നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകം ഉണ്ട് അത്ര, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം. അത് ഭംഗിയായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുക BJP എന്ന് പറയണത്. അപ്പം മൊത്തത്തിൽ ഇന്ത്യ മുഴുവൻ അവർ വരുന്നതാണ് ഇപ്പോൾ പറയണത്. ഓക്കെ താങ്ക് യു ചേട്ടാ. നമസ്കാരം. വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആര് വിജയിക്കും? ഈ തെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിൽ നിന്നും ആര് നിയമസഭയിലേക്ക് എത്തും? വൈശാഖ് നല്ല സപ്പോർട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ഏത് തരത്തിലുള്ള സപ്പോർട്ട്? ചെറുപ്പം, പിന്നെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്. അവരെന്താ വേണ്ടത്? പിന്നെ എഡ്യൂക്കേറ്റഡ് ആയി തന്നെ പറയാൻ ഒരു വിദ്യാഭ്യാസവും അതുകൊണ്ടാണ് ചെറുപ്പമാണ്. അതിന്റെ പ്രസരിപ്പൊക്കെ കാണൂല എത്രയായാലും. താങ്ക് യു. ജനമാർക്കൊപ്പം എന്ന തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പേരാമംഗലം പ്രദേശത്താണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. ഈ പ്രദേശത്തുള്ള വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഈ നിയോജക മണ്ഡലത്തിലെ ഇത്തവണ ആര് വിജയിക്കും? സാധ്യത കൂടുതൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അല്ല, വളരെ മോശപ്പെട്ട രീതിയിലാണ് LDFന്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. അത് കാരണം വളരെ കണ്ടമാനം ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ല. എന്റെ 100% ഒരു മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കുക. ഓക്കെ, താങ്ക് യു. ശരി. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഇത്തവണ ആര് വിജയിക്കും? ഇത്തവണ ഒരു തുടർ ഭരണം ഉണ്ടാവുമോ? മൂന്നാമതൊരു ഭരണം ഉണ്ടാവുമോ? മൂന്നാമതൊരു ഭരണം തീർച്ചയായിട്ടും ഉണ്ടാവും. കേരളത്തിലുണ്ടാവും. എന്താണ് കാരണം? അതാണ് വികസനത്തിന്റെ ഭാഗമായിട്ട് പിണറായി വിജയന്റെ വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, ആശുപത്രി തകർക്കും. ആരോഗ്യ മേഖലയെ കുറിച്ച് ആരോപണങ്ങളുണ്ടല്ലോ. ആരോഗ്യ മേഖലയിൽ ആരോപണം ഉണ്ടാക്കിയതാണ്. ശരിയായിട്ടുള്ള സത്യം വേറെയാ. അത് ഓരോ ആരോഗ്യ മേഖലയിലും ഓരോ ആശുപത്രികളിലും ചെന്നാൽ മനസ്സിലാവും. ഒരു 5 കൊല്ലം മുമ്പ് ശൈലജ ടീച്ചർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ തുടർന്ന് കൊണ്ടുപോകാൻ വീണ ജോർജിന് സാധിച്ചില്ല എന്നാണ് പൊതുവെയുള്ള ഒരു മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടാണ് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടല്ലത്. ഇത് വീണ ജോർജ് എന്ന് പറഞ്ഞ സഖാവ് അതിമനോഹരമായിട്ട് തന്നെ കേരളത്തിൽ ഇപ്പോ ഓരോ ആശുപത്രികളിലും ചെന്നാൽ അറിയാതെ ജനങ്ങൾക്കറിയാം. സേവ്യർ ചിറ്റലപ്പള്ളി എന്ന് പറഞ്ഞാലേ എല്ലാ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതാണ് വ്യത്യാസം. താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? സേവ്യർ ചിറ്റലപ്പള്ളി വിജയിക്കും. കാരണം പ്രവർത്തന മികവ് കൊണ്ട് ആള് വിജയിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? ഒരു ഉദ്ദേശം പൊതുവെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കാണുമ്പോ ആര് വിജയിക്കുന്ന തോന്നുന്നേ? കോൺഗ്രസ് ആണോ പറയുന്നത് എല്ലാരും? ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേ ആര് വിജയിക്കും പറയാൻ പറ്റുമോ? അത് മനസ്സിലായി. എങ്കിലും പൊതുവെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോഴേ പാർട്ടിക്കാരുടെയും പാർട്ടി പ്രവർത്തകരുടെയൊക്കെ പ്രവർത്തനം കാണുമ്പോ കൂടുതൽ പ്രവർത്തിക്കണം അവര് ജയിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ ഒരു 5-10 വർഷത്തെ ഭരണം എങ്ങനെയുണ്ട്? എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. ചേച്ചിയുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം തന്നെ അതേ അഭിപ്രായം തന്നെയാണ്. ഓക്കെ. ചേച്ചി നമസ്കാരം. ഇത്തവണ വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും? ആര് വിജയിക്കണം എന്നാണ് ആഗ്രഹം? ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇന്ന പാർട്ടി വിജയിച്ചാൽ നല്ലതാണ്, നമുക്ക് സഹായങ്ങളും വികസനമൊക്കെ ഉണ്ടാവും തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. ആര് വിജയിച്ചാലാ? ഇത്തവണ ഒരു തുടർ ഭരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ഒരു മാറ്റം വേണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഒരു മാറ്റം
മാറ്റം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ലോഡ് കയറ്റി പോവാനുള്ള പരിപാടിയിലാണോ? ഇത്തവണ വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും? സേവ്യർ ചിറ്റലപ്പള്ളി വിജയിക്കും. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഇത്തവണ ആര് വിജയിക്കും? സേവ്യർ. കേരളത്തിന്റെ ഒരു ഭരണമാറ്റം ഉണ്ടാവും, ഭരണ തുടർച്ച ഉണ്ടാവും? തുടർച്ച ഉണ്ടാവും. വീണ്ടും മൂന്നാമത് 3.0 ഉണ്ടാവും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വലിയ കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇത്തവണ ആര് വിജയിക്കും? CPM വിജയിക്കും. ഭരണ തുടർച്ച ഉണ്ടാവോ? ഭരണത്തുടർച്ച ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അത് കോൺഗ്രസിന്റെ കയ്യിൽ വരും, ബിജെപി എന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഏതിലാ വന്നിട്ട് പെടാന്ന് അറിയാം. എന്താ സംശയിക്കാൻ കാരണം? എന്നിട്ടാ ഭരണ തുടർച്ച ഉണ്ടാവോ എന്നുള്ളൊരു സംശയമാണെന്ന് പറഞ്ഞല്ലോ. എന്താ? കോൺഗ്രസിന്റെ കയ്യിലാണ് ഇപ്പോ ഒരു മുൻതൂക്കം അവർക്ക് ഉണ്ട് എന്നാണ് പറയണത്. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. ചേട്ടാ, എന്താണ് ഇത്തവണത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആര് വിജയിക്കും എന്നാണ് തോന്നുന്നത്? ഇവിടെ ഇപ്പം നമ്മുടെ സേവ്യർ ചിറ്റലപ്പള്ളി ജയിക്കാൻ സാധ്യത. മറ്റുള്ള 2 സ്ഥാനാർത്ഥികൾ എങ്ങനെയുണ്ട്? PN വൈശാഖ്, അതുപോലെ 2 വേറെ 4 സ്ഥാനാർത്ഥികളുണ്ട്. വൈശാഖ് ഉണ്ട്, ഉല്ലാസ് ബാബു ഉണ്ട്, പിന്നെ ജിതിൻ സദാനന്ദൻ, പിന്നെ BSP ഒരു സ്ഥാനാർത്ഥിയും കൂടി ഉണ്ട്. ഇവിടെ ആള് ജയിക്കാനും സാധ്യത. ആള് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വോട്ടുണ്ടോ തവണ? ഇല്ല. എന്ത് പറ്റി വോട്ട് ചേർക്കായിരുന്നു? ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരിയില്? അറിയില്ല. കേരളം ആര് ഭരിക്കും? എങ്ങനെയുണ്ട് വികസനം? എങ്ങനെയുണ്ട് നാട്ടിലെ? ഹാപ്പിയാണോ? ഹാപ്പി അല്ല. എന്തുകൊണ്ട്? ഓക്കെ, താങ്ക് യു. ഒരു തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമാണ്. ജനം ആർക്കൊപ്പമാണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. വടക്കാഞ്ചേരിയിൽ ആരാണ് ഇത്തവണ വിജയിക്കുക? അറിയില്ല. പറ്റില്ല. കേരളം ആര് ഭരിക്കും? ഒരു തുടർ ഭരണം ഉണ്ടാവുമോ? ഉണ്ടാവുമെന്ന് വിചാരിക്കുക. നിലവിലെ ഭരണത്തിൽ ഹാപ്പിയാണോ? കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, താങ്ക് യു. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? നിലവിലെ ഭരണത്തിൽ ഹാപ്പിയാണോ? ഒരു തുടർ ഭരണം ഉണ്ടാവും, ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? എന്റെ ചേട്ടാ, ആര് വിജയിച്ചാൽ എന്താ കാര്യം? നമുക്ക് ഒരു കാര്യമില്ല. ഞാൻ കണ്ടോടത്തോളം ജനങ്ങൾ കിടന്ന് ഇങ്ങനെ വട്ടം തിരികെ പുകയാന്നല്ലാണ്ട് ആരെ ഇവിടെ നല്ലൊരു അറിയുന്നു പറച്ചിലിനൊക്കെ ഉണ്ട്. ഇനി ആര് കയറിയാലും അമർദ്ദനം കൊടുക്കാന്ന് പറഞ്ഞപ്പോ പരസ്യം ചെയ്യൂര്. എന്നിട്ട് വല്ല മെച്ചം കണ്ട ഈ 10 കൊല്ലം ചെയ്ത് കൂട്ടിയ കഷ്ടതകൾ കണ്ടില്ലേ? ഏതൊക്കെ മേഖലയിലാണ് ബുദ്ധിമുട്ടുകൾ? സർവ്വ മേഖലയിലും ബുദ്ധിമുട്ടാ. ഒരെണ്ണത്തിന് നോക്കണ്ട. എടുത്തു പറയാൻ പറഞ്ഞ ഏതെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയണില്ല. എല്ലാ മേഖലയിലും ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ ഇന്നത്തെ അവസ്ഥയിലേ എന്ത് തന്നെ വിലയില്ലാത്ത വിലക്കയറ്റൊരു പ്രശ്നമാണ്. സാധാരണക്കാരനൊന്ന് ജീവിക്കാൻ പറ്റൂ? എന്നാ ആലോചിച്ചു. കൂലിപ്പണിക്കാരനൊന്ന് ജീവിക്കാൻ പറ്റൂ? 1000 രൂപ കൂലി കിട്ടിയവൻ പീടിക വരുമ്പോൾ 100 രൂപ കടം മേടിക്കണം അവൻ്റെ കുടുംബം ജീവിക്കണമെങ്കിൽ. ഒരു വാടകക്കാരനാണെങ്കിൽ അവൻ്റെ കാര്യം ആലോചിക്കും. കൂലിപ്പണിക്കാരൻ്റെ രാഷ്ട്രീയക്കാർക്കോ മുതലാളിമാർക്കോ ഒരു പ്രശ്നമല്ല. പക്ഷെ സാധാരണക്കാരന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ ഇതിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നേതാക്കന്മാർ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും നിഷേധിക്കല്ല കേട്ടോ ഞാൻ പറയണം. എല്ലാവരെയും നന്മ ചെയ്യാൻ കുറച്ച് ആൾക്കാരുള്ളൂ. എന്തൊക്കെ മാറ്റാണ് വേണ്ടത് സത്യത്തിൽ നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിൽ? ജനാധിപത്യ സിസ്റ്റത്തിൽ പറയാണ് ചില ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് ചെയ്യണാണ് റെഡിക്കുള്ള രാഷ്ട്രീയക്കാരൻ. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നോ? ഇപ്പോഴോ പണ്ടോ എപ്പോഴെങ്കിലും ചേട്ടന്റെ അഭിപ്രായത്തിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് അങ്ങനെ തറപ്പിച്ച് പറയാൻ അറിയില്ല. പക്ഷെ ഇന്ന് ജനങ്ങൾ വലയാണ്, മനസ്സിലാണ്. ഇന്നത്തെ കാര്യം ചേട്ടൻ അറിയാം. ഇന്ന് കാശില്ലാതെ ജീവിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പോയി ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. കാശില്ലാത്തൊരു സാധാരണക്കാരൻ്റെ ജീവിതം ആലോചിച്ച് നോക്കിയേ. 2 കുട്ടികൾ പഠിക്കണം, എന്തെങ്കിലും അസുഖം വന്ന കല്യാണം, അടിയന്തരം, ഇതിനൊക്കെ ചിലപ്പോൾ ഒരാളുടെ കൂലി കിട്ടിയിട്ട് വേണം ജീവിക്കാൻ.
ഇവര് പറയുമ്പോ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മള് ശത്രുവില്ല അവസാനം പറഞ്ഞിട്ട് അഭിപ്രായം ആർക്കും പങ്കുവയ്ക്കാം. അഭിപ്രായം പറയുമ്പോഴാണ് അടി വരുന്നത് ബാക്കൂടെ. ഭയപ്പെട്ട അഭിപ്രായം എനിക്ക് ഭയമൊന്നുമില്ല. എന്തിനാ പേടിക്കണ? അങ്ങനെ തൂക്കിയാലും വിൽക്കാന്ന് ഞാൻ പോട്ടായിരിക്കും. ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ കോൺഗ്രസ്സുകാരായാലും മാർക്സിസ്റ്റുകാരും BJP ആരായാലും ജനങ്ങളെ സേവിക്കുന്ന നേതാക്കന്മാര് വന്ന അടുത്ത എത്ര കരയേണ്ടവർക്ക് സേവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കരയെന്നെ വേണം. ഓക്കെ താങ്ക് യു. അഭിപ്രായം പറഞ്ഞതിൽ സന്തോഷം. ഓക്കെ താങ്ക് യു. ഇല്ല ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് ജയിക്കും? വൈശാഖ് ജയിക്കും. കാരണം പല കാരണം ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ മാത്രം വിലയിരുത്തിയാൽ മാത്രം വേറെ എന്തിനധികം ചേട്ടൻ വിലയിരുത്തുകയാണെങ്കിൽ ശബരിമല പ്രശ്നവും ഇവിടുത്തെ വടക്കാഞ്ചേരിയിലെ അല്ലക്കറിച്ചുള്ള കുറെ കാര്യങ്ങള് വീട് മുടക്കിയിട്ട് സിപിമാര് വീട് മുടക്കിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വീട് മുടക്കല ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഉള്ളത് എന്നിട്ട് 5 കൊല്ലം ഒരു വീട് പണിത് കൊടുക്കാൻ ഒന്നും തയ്യാറായിട്ടില്ല. ഒക്കെ കള്ളക്കളി നമുക്ക് അറിഞ്ഞൂടെ. വൈശാഖ് ജയിക്കും. കഴിഞ്ഞ തവണ ഇതും പറഞ്ഞിട്ടാണ് അല്ലകര തോൽക്കാൻ വീടുകൾ വെച്ച് കൊടുത്തവര് ഇല്ലല്ലോ. വെച്ച് 10 കൊല്ലം പറഞ്ഞ കിട്ടിയില്ലേ? ഒന്നും ചെയ്തില്ലവര്. സത്യം പറഞ്ഞാൽ അതിൽ കൃത്യമായൊരു പ്രതിപക്ഷ ഫോളോ അപ്പ് ഉണ്ടായിരുന്നോ? അതായത് അതുമായി സമരം ചെയ്യാനൊക്കെ അവര് പല കാരണങ്ങളൊന്നും മറച്ചു വെച്ചില്ല. അത് ഒന്നിനും അതൊരു എന്താ പറയാ, അതിനൊക്കെ ഒരു വിലയില്ലാത്ത രൂപത്തില് അല്ലക്കരെ മനഃപൂർവ്വം ഒരു ക്രൂശിക്കണ പോലെ ചെയ്തത്. സത്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇവിടെ അല്ലക്കര വീട് മുടക്കാൻ പോയിട്ടില്ല. ഇവിടുത്തെ MLA ഭംഗിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ UDF സാധിച്ചോ? ബോധ്യപ്പെടുത്താൻ അത് ജനങ്ങള് അത് തയ്യാറല്ല. അത് ബോധ്യപ്പെടാൻ ജനങ്ങൾ തയ്യാറല്ല. അവര് വേറെ വല്ല പല മേഖലയിലേക്കും തിരിഞ്ഞിരുന്നത്. അതിനുവേണ്ടി അവര് പല കള്ളക്കഥകളും പറഞ്ഞുണ്ടാക്കുക. അങ്ങനെയായിരുന്നു ഒരു രീതി. നമുക്ക് ഇത് മാത്രം 10 വർഷത്തെ ഭരണം മാത്രം വിലയിരുത്തിയാൽ മതി. ഇവിടെ വടക്കാഞ്ചേരി ആൾക്കാര് എന്തായാലും വൈശാഖ് വിത്ത് ഉറപ്പാണ്. വൈശാഖ് ജയിക്കും. നല്ല ഭൂരിപക്ഷം ജയിക്കും. ഓക്കെ താങ്ക് യു. ജില്ലയിൽ തവണ ആര് ജയിക്കും? ആര് വിജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല. എങ്ങനെയുണ്ട് കഴിഞ്ഞ ഒരു 5 വർഷം 10 വർഷത്തെ ഭരണം? കുഴപ്പമില്ല. നല്ല രീതിയിൽ ഒരു തുടർ ഭരണം ഉണ്ടാവുമോ? നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടാവാം. കാരണം കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താനായിട്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? മാറാം. 10 കൊല്ലം അവര് ഭരിച്ചില്ലേ, ഇനി ഇവര് ഭരിക്കട്ടെ എന്നുള്ളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ താങ്ക് യു. ആര് വിജയിക്കും? സേവിയർ. ഓക്കെ താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? ഉറക്കെ പറഞ്ഞോളൂ. സേവിയർ തന്നെ ആവണം. എന്തുകൊണ്ട്? വികസനം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ആള് വിജയിക്കണം. ഒരു തുടർ ഭരണം ഉണ്ടാവും തവണ? ഉണ്ടാവണം. ഒരു 3ാമതും LDF അധികാരത്തിൽ വരണം എന്നാണ് ചേട്ടൻ പറയണത്. ശരിയാണോ? ഓക്കെ താങ്ക് യു. ചേച്ചി നമസ്കാരം. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരി? പട്ടാമ്പിയിൽ ആര് വിജയിക്കും? LDF. ഒരു തുടർഭരണം ഉണ്ടാവോ? 3.0 ഉണ്ടാവോ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ? കാരണം ജനവികാരം പിണറായിക്കെതിരാണ്. ഏതൊക്കെ മേഖലയിൽ? എല്ലാ മേഖലയിലും ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ. ഞാൻ ടീച്ചറായിരുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നു. ഈ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിമാരുടെ ഒരു 5 ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ശിവൻകുട്ടിയാണ് ആ ലിസ്റ്റിലുള്ളത്. അവര് പറയുന്നതല്ല, അത് അനുഭവിക്കുന്നത് ഞങ്ങൾക്കറിയാം. ടീച്ചറായതുകൊണ്ട് കൃത്യമായി അറിയാമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ? അടിസ്ഥാനപരമായിട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളിലും കുഴപ്പങ്ങളുണ്ട്. ഇപ്പോ LDF ഉന്നയിക്കുന്ന കാര്യം കൃത്യസമയത്ത് പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്, നമ്മൾക്ക് പ്രവർത്തിച്ച് കാണിക്കുക വേണം. കൃത്യസമയത്ത് പാഠപുസ്തകങ്ങൾ കിട്ടുന്നുണ്ടെന്നാണ് LDFന്റെ അവകാശവാദം. പാഠപുസ്തകങ്ങളെത്തലല്ല, കൃത്യമായിട്ട് അധ്യാപകർക്ക് ട്രെയിനിങ്ങുകൾ അതാണ് പ്രശ്നം. കൃത്യസമയത്തുള്ള പരീക്ഷകൾ കൃത്യം നടക്കുന്നില്ല. ഒരുപാട് മേഖലകളിൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. പഠിപ്പിക്കാനുള്ള സമയമില്ല നമുക്ക്. അതാണ് കറക്റ്റായിട്ട്. അതായത് സിലബസിനനുസരിച്ച് പഠിപ്പിക്കാനുള്ള സമയമില്ല. കാരണം മറ്റു പല കാര്യങ്ങൾക്കാണ് അതിൽ കൂടുതൽ നടക്കുന്നത്. അങ്ങനെയല്ല. വേറെ ഏത് മേഖലയിലാണ് പ്രശ്നമുള്ളത്?
ആരോഗ്യ മേഖല അറിയാലോ, നമ്മൾ പറയാൻ തന്നെ ഇല്ലല്ലോ. പൊതുവെ പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാ മേഖലയിലും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. മാറുവോ? LDF വിജയിക്കുവോ, UDF വിജയിക്കുവോ, NDA മുന്നേറ്റം നടത്തുവോ? യുഡിഎഫിന് സാധ്യത, UDF സാധ്യത മാറെന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മാറ്റം ഉണ്ടാവും. അതാണ് അവർ പറയുന്നത്, മാറണമെന്ന് പറയുന്നത്. UDF വിജയിക്കും, വിജയിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ വാർത്തകൾ അങ്ങനെയാണ്, ജനങ്ങളുടെ പൾസ് അങ്ങനെ അറിയുന്നത്. ഓക്കെ ഓക്കെ. മാറാതെ മാറണല്ലോ, ഒരു ടീം മാറാത്തത് മാറുന്ന BJP ആണ് പറയുന്നത്. അത് പറഞ്ഞോട്ടെ, അവർ ബുദ്ധിമുട്ടായിട്ട് മാറും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരി? ഇടതുപക്ഷം തന്നെ വിജയിക്കും. കാരണം അതുകൊണ്ടൊരു തുടർ ഭരണം ഉണ്ടാവുന്നാണോ പറയുന്നത്? കാരണം കോൺഗ്രസിലെ പ്രശ്നങ്ങളെ മറ്റു പാർട്ടികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കുറെ ആളുകളൊക്കെ ആ വഴിക്ക് എല്ലാവരും അതാണ് എന്ത് വേണമെങ്കിലായിക്കോട്ടെ. ഭരണം എങ്ങനെയുണ്ട് പൊതുവെ? ഭരണം എല്ലാവർക്കും നിർത്തിവിട്ടിട്ട് ഭരിക്കാൻ ആരെ കൊണ്ടെങ്കിലും ആവും, പറ്റില്ല. അത് അതിന് സ്വാധീനമുള്ളവർക്കും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ അതിൽ നിന്നിട്ട് ഉപകാരം ഉണ്ടാവും. എല്ലാവർക്കും ഉപകാരം ഉണ്ടാവില്ല. ഉപകാരമില്ലാത്ത ആൾക്കാർ പറയും ഇവര് വേണ്ട, അവർക്ക് അവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഉള്ള ആൾക്കാരോട് പറയും അപ്പൊ അവരെന്നെ വന്നാൽ മതി എന്ന് പറയും. മാത്രമേ നമ്മളതിന് പ്രത്യേകിച്ചൊരു ഇതില്ല. ഒരു വോട്ട് ചെയ്യുക, അതിന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. എങ്ങോട്ടാ പോണേ? പള്ളിയിൽ പോകണം. പള്ളിയിലേക്ക്. ഇത്തവണ ആര് വിജയിക്കും? നമുക്ക് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കും. എല്ലാവരും വിജയിക്കും. എല്ലാവരും വിജയിക്കും. എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല. ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ പറ്റൂ. നമ്മുടെ അഭിപ്രായം എങ്ങനെയാ? നമ്മുടെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞങ്ങൾ അറിയാം. ഞങ്ങളുടെ ആദ്യം അറിയില്ലേ? നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ അഭിപ്രായം നാട്ടുകാരോട് പറയാൻ. ഞങ്ങളുടെ ആദ്യം പറയണം. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു അഭിപ്രായവും ഇല്ല. ഒരു തുടർ ഭരണം ഉണ്ടാവുമോ? അത് ഒത്തിരി ബുദ്ധിമുട്ടാ. കാരണം ഇപ്പൊ അങ്ങനെ കുറെ ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല രീതിയിൽ പൊട്ടം ചെയ്തിട്ടുണ്ട്. നല്ല ഏതാ കൂടുതൽ അളന്ന് നോക്കുമ്പോ ഏതാ കൂടുതൽ? ഒത്തിരി വെയിറ്റ് കൂടുതൽ ഇപ്പൊ നല്ല കാര്യം ചെയ്തിട്ടില്ല. കാശ് പെൻഷൻ ആൾക്കാർ കൊടുത്തു. പിന്നെ ശബരിമല അലക്കലും കെലുകലും കേട്ട് അത് ഓട്ടോടെ പോകും, കുറെ വിട്ടു പോകും. ശബരിമല ഒരു വിഷയം തന്നെയാണ്. പറഞ്ഞില്ലേ, ക്രിസ്ത്യാനിയാണെങ്കിലും ശബരിമല എന്ന് പറഞ്ഞ ഒരു കേരളത്തിന്റെ ഒരു വികാരമാണ്, പൊതുവികാരമാണ്. അതിൽ മഴ കിട്ടും, അതിൽ പണി കിട്ടും. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരി ആര് വിജയിക്കും തവണ? സേവ്യർ ചിറ്റലപ്പള്ളി വിജയിക്കും. ഒരു തുടർ ഭരണം ഉണ്ടാവും തവണ. എന്തുകൊണ്ട് സേവ്യർ ചിറ്റലപ്പള്ളി വിജയിക്കും? വികസനം, അതാണ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഇത്തവണ ആര് വിജയിക്കും? സേവ്യർ. എന്തുകൊണ്ട്? നല്ല പ്രവർത്തനമാണ്, അതുകൊണ്ട് വീണ്ടും MLA ആവും. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ജനം ആർക്കൊപ്പം എന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാ. ചേട്ടനെ ആർക്കൊപ്പം? LDF-നൊപ്പാണോ UDF? വിജയിക്കും. കാരണം നല്ല പ്രവർത്തനം നടത്തിയില്ലേ. ഓക്കെ. പിന്നെ ഇപ്പം പുതിയ പയ്യനാണ്, കയറി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഭൂരിഭാഗം ഒരു മുൻതൂക്കം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ജനം ആർക്കൊപ്പമാണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. ചേട്ടന് ആർക്കൊപ്പാ? പ്രവർത്തകനാണോ? അനുഭാവിയാണോ? ഓക്കെ, അപ്പൊ തീർച്ചയായും ഇടതുപക്ഷം എന്നാണ് പറയാ. നമ്മുടെ നേട്ടങ്ങളുണ്ട്. ഈ റോഡുകളുടെയൊക്കെ ഫോറിൻ രാജ്യങ്ങളിൽ റോഡുകൾ പോലെയാ കണ്ടിട്ടില്ലേ? ഉൾസൈഡിലും ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അപ്പോഴേക്കൊക്കെ പുതിയ തെരഞ്ഞെടുപ്പൊന്നുമില്ലേ, സൈഡിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇനിയുണ്ട്, അതൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. റോഡുകളുണ്ട്, ഏതൊരു ഹൈവേ എടുത്ത് നോക്കിയാലും സൂപ്പർ ഹൈവേകളാണ്. നടന്നിടത്ത് പോവാ. റോഡൊക്കെ ഡ്രൈവർമാരല്ലേ റോഡിന് ആവശ്യം. വേറെ ഇനി എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാനുള്ളത്? വികസനങ്ങൾ കുറെ കൊണ്ടുവരാനുണ്ട്. അത് ഇവർ തുടർ ഭരണം ഉണ്ടായാലും സാധിക്കും. ഇനിയൊരു തുടർ ഭരണം ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട, അതായത് വികസിപ്പിക്കേണ്ട മേഖല ഏതൊക്കെയാ? വികസിപ്പിക്കേണ്ട മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ റോഡ് ഗതാഗതം യോഗ്യമായി, ഭംഗിയായി നടക്കുന്നുണ്ട്. ഇനി ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതൊക്കെ അത് ഒട്ടനവധി കാര്യമാണ്. സാമ്പത്തികം എന്തോരം കൊടുത്തിട്ട് മതിയാവില്ല ആൾക്കാർക്ക്. വയറിനൊരു ചോറ് കൊടുത്താൽ മതിയാവും. സാമ്പത്തികം എന്തോരം കൊടുത്താലും ആൾക്കാർ വേണ്ടെന്ന് പറയില്ല.
ഓക്കെ, താങ്ക് യു. വിദ്യാഭ്യാസം അതൊന്നുകൂടിയൊക്കെ മെജോറിറ്റി വരാൻ ഇനിയുണ്ട്. ഡെവലപ്മെന്റ് വേണം. പിന്നെ തൊഴിൽ, ചെറുപ്പക്കാർക്ക് പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണം. ഒരുപാട് ചെറുപ്പക്കാർ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ നാട്ടിലെ ജോലികൾ കുറവാണ്. നല്ല തൊഴിലില്ലായ്മ പരിഹരിക്കണം, അതാണ് മെയിൻ കാര്യം. പിന്നെ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു മേഖലയാണ് ആരോഗ്യം. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആരോഗ്യം ഇപ്പോൾ ഒരുവിധമൊക്കെ നല്ല സമ്പൽ സമൃദ്ധിയിൽ ആരോഗ്യം കൊറോണ പോയി, മറ്റുള്ള രോഗങ്ങൾ പോയി, ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ കൂണ് മുളച്ചു പോകുന്ന നമ്മുടെ കേരളത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുക. ആരോഗ്യ കാര്യത്തില് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ കേരളം. ഓക്കെ, താങ്ക് യു. എന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കും തവണ? നമുക്ക് അങ്ങനെ ഇല്ല. എങ്ങനെയുണ്ട് കഴിഞ്ഞ? ആര് ജയിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്താൻ പോകാൻ എല്ലാവർക്കും പറ്റില്ല. നമ്മളിത് മാത്രം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കഴിഞ്ഞൊരു എന്ത് ബോണ്ടായാലും മസാല ആയാലും കിഡ്നി ആയാലും എന്തിട്ടായാലും 4 ഇരട്ടി ടാക്സ് കൂടി. ടാക്സ് കൂടുതലാണ്, അത് നമുക്കറിയാം. ടാക്സ് കൂടി എന്നാണ് അദ്ദേഹം പറയുന്നത്. ടാക്സ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നൊന്നും ഒരു ഫണ്ട് കിട്ടാൻ ഗവൺമെന്റിന് സാധ്യത കുറവാണ്. അപ്പൊ ജനങ്ങളിൽ നിന്ന് തന്നെ ഫണ്ട് കുറച്ച് കൂട്ടി കൊണ്ടുവരേണ്ടി വരും. അതിന് കേന്ദ്ര സർക്കാർ പറയുന്ന കാരണം കേരളം കൃത്യമായി കണക്ക് കൊടുക്കുന്നില്ല എന്നാണ്. അതൊക്കെ അവർ പറയുന്നത് ജാടകൾ പറയണതില്ല. ജാടകളൊക്കെ അതുകൊണ്ട് കാശ് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മള് മുണ്ടക്കയം ചുരൽമല സംഭവത്തിന്റെ പേരില് പ്രധാനമന്ത്രി വന്ന് വെറുതെ നോക്കി പോയെടുക്കുക. ഒരു ഫണ്ടും കൊടുത്തിട്ടില്ല. ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അതിനെ ഡെവലപ്മെന്റ് വരുള്ളൂ. ഡെവലപ്മെന്റ് വരണമെങ്കിൽ ഫണ്ട് വേണം. ഫണ്ട് വേണമെങ്കിൽ നമ്മളുടെ ജനങ്ങളിൽ നിന്ന് തന്നെ പിരിച്ചുണ്ടാക്കണം. അല്ലാണ്ട് വേറെ ഒരു മാർഗമില്ല. കൂടുതൽ തൊഴിലുകൾ ഉണ്ടാവണം. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ സംഭവം ഇല്ല. ഏതെങ്കിലും പുതിയ വികസനത്തിലുള്ള തൊഴിലുകൾ വല്ലതും വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. തൊഴിലാളികൾ വന്ന് കുറെ പണിയുണ്ട്. അതിനിപ്പോ നമ്മളിപ്പോ 90 പണ്ട് വീടിന് വരെ ലേബർ ചാർജ് ചെയ്യുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് പണം തോന്നുന്നില്ല. അതിന് വരെ ലേബർ ചാർജ് കെട്ടിക്കാം. ഭൂമിനായിട്ട് എത്ര ഇറക്കിയ നമ്മള് പേപ്പർ എടുത്ത് ചെയ്യണെങ്കിൽ അദ്ദേഹം അതിന് പറയുന്ന കാരണം കേന്ദ്രം കൃത്യമായി ഫണ്ട് കൊടുക്കുന്നില്ല. കേന്ദ്രം വെറുതെ കൊടുക്കണ്ട. അവനാന്റെ കുടുംബത്തെ കാര്യം ആദ്യം നോക്കാൻ പഠിക്കണം. നമ്മുടെ ചെലവിനനുസരിച്ച് നമ്മൾ ചെലവിയാവോ? നമ്മുടെ വരുമാനം എന്തോരം ഉണ്ടെന്ന് നമ്മൾ കുറെ കടങ്ങൾ പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത്ര ആൾക്കാർ വീടും മറ്റൊക്കെ ജപ്തി ചെയ്യുന്ന ബാങ്കുകളിൽ അവരുടെ ആദായത്തിനല്ല 5 ലക്ഷം കിട്ടണം. 5 ലക്ഷം രൂപ ലോൺ എടുക്കും. പിന്നെ ഇതിനടയ്ക്കാൻ പറ്റണേ? അതിന് വരുമാനം വേണ്ടേ? അപ്പൊ കേരളത്തിനൊരു ദുർച്ചെലവ് ഉണ്ട് എന്നാണോ പറയണേ? ചെലവ് കുറെ അധികം ഉണ്ട്. എന്തൊക്കെയാണത്? എന്താന്ന് നോക്കണ്ടേ? ഏത് മേഖലയിലേക്ക് നോക്കിയാലും നമുക്ക് കിട്ടുന്ന ആദായത്തിനനുസരിച്ച് ചെയ്യണം. അതുകൊണ്ട് നമ്മളൊക്കെ പഠിക്കാൻ പോയിന്ന് പറഞ്ഞ് പഠിച്ചു പോയിട്ട് എന്നിട്ട് ഇവിടെ വന്ന് ചെയ്യുന്നു. ഒക്കെ പഠിക്കാൻ പോണതാ വിദേശത്തേക്ക് മറ്റുള്ളവർക്ക്. ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്ത് അപ്പൊ ഫണ്ട് നമുക്ക് ഒരിക്കലും കിട്ടുന്നല്ല. ചേട്ടൻ്റെ വീട്ടിൽ കുറെ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തരുമോ? ഇല്ലില്ല. ചേട്ടൻ തന്നെയല്ലേ ചെലവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ചെലവ് നമ്മൾ അഡ്ജസ്റ്റ് നമുക്ക് ഇവിടെ തൊഴിലുണ്ടാക്കുക. എന്തെങ്കിലും മേഖലകളിൽ ബിസിനസ്സുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ട് ആദായങ്ങൾ കൂടുതൽ വന്നെങ്കിലല്ലേ നമുക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ അവിടുന്ന് കിട്ടിയില്ല ചേട്ടൻ്റെ കാര്യം ചേട്ടൻ്റെ വീട്ടില് അടുത്ത വീട്ടിൽ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്നില്ലെന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചത് അത് അതേ രീതിയിൽ പോകും. അത് നമുക്ക് അതായത് നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റം ആണല്ലോ. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം. അത് കിട്ടുന്നതിനനുസരിച്ച് ഇവിടെ പണി ചെയ്യണം. ആ പണി ബ്ലോക്ക് വരെയുണ്ട്. എത്ര ഫണ്ടുകൾ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. കേന്ദ്ര ഫണ്ടുകൾ ലാപ്സ് ആയി പോയിട്ടുണ്ട് എന്നാണോ പറയുന്നത്? അപ്പൊ അതും ചെയ്യണം. നമുക്കറിയില്ല. നമുക്കിവിടെ പറയണത് മാത്രമേ കേൾക്കുള്ളൂ. അവിടുന്ന് വരുന്നത് കേൾക്കാൻ ഇല്ലാന്ന് ഇവര് പറയുകയാണെങ്കിൽ അവര് കേസ് കൊടുത്തിട്ട് തീരുമാനിച്ചിട്ട് നിയമ പോരാട്ടം നടത്തണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണം. അതല്ലാണ്ട് തന്നില്ല എന്ന് മാത്രം തന്നെ 24 മണിക്കൂറും പറഞ്ഞോണ്ട് കാര്യം. അതിന് ബദലായിട്ട് വേറെ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തണം. കേരളത്തിൽ കൂടുതൽ എന്തെങ്കിലും ബിസിനസ്സുകളോ അല്ലെങ്കിൽ വേറെ തൊഴിലുകളോ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ട് നമുക്ക് വിദേശത്തേക്ക് മറ്റുള്ളവർക്ക് അയച്ചിട്ട് വേണം നമുക്കിടെ ഉണ്ടാവണമെങ്കിൽ. ഇത് കുറെ ആൾക്കാർ ദുബായി പോയി കഷ്ടപ്പെട്ട് അവരെ കാശ് ഇവിടെ കൊടുക്കുന്നത് ഓർത്ത് അടിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ട്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഇത്തവണ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ആര് വിജയിക്കും? LDF വിജയിക്കോ? UDF വിജയിക്കോ? BJP? എങ്ങനെ പറയാ? ഭരണം എങ്ങനെയുണ്ട് പൊതുവെ? നമ്മുടെ കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ? വികസനം വരാനുണ്ട് എന്നാണോ പറയുന്നത്? ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. മലയാളം? തമിഴ്. ഓക്കെ.
നമസ്കാരം. ഇത്തവണ വടക്കാഞ്ചേരി ആര് വിജയിക്കും? UDF വിജയിക്കും. കാരണം UDF കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ UDF വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെയാണ് ആഗ്രഹം. എങ്ങനെയുണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം? ഞങ്ങൾക്ക് അത്ര തൃപ്തരല്ല. അതുകൊണ്ട് UDF ജയിക്കണം, UDF വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ. ഞങ്ങളെല്ലാം അങ്ങനെ ഒട്ടേറെ അനവധി പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ചേച്ചി UDF തന്നെ വരണം. എല്ലാം കൊണ്ടും അനുകൂലങ്ങളും എല്ലാം UDF വരണം എന്നാണോ പറയുന്നത്? ഓക്കെ ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഇത്തവണ ആര് വിജയിക്കണം നമ്മുടെ വടക്കാഞ്ചേരിയില്? വടക്കാഞ്ചേരി സേവ്യർത്തിപ്പള്ളി നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ ഈ നമ്മുടെ വിജയൻ്റെ ഭരണം തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. സേവ്യർത്തിപ്പള്ളി നല്ലൊരു വ്യക്തിയാണ്, കുഴപ്പമില്ലാത്തൊരിതാണ്. പക്ഷേ നമുക്ക് പറയാം സംസ്ഥാനത്തെ ഭരണം വളരെ മോശം, വളരെ മോശം. ഇത്രയും ഇതുപോലത്തെ ഒരു മുഖ്യമന്ത്രി എന്ന് തന്നെ പറയാം. രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ്. അത്രേ ഉള്ളൂ. അത് നമുക്ക് തീരെ താല്പര്യമില്ല. വെച്ചാൽ അതുപോലെയുള്ളതാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത്. ഇപ്പോൾ ഇതിലായാലും ഈ ശബരിമല വിഷയമായാലും ഓരോ എന്തെല്ലാം തീർത്തുകളാണ്, ഓരോ അഴിമതികൾ കൂമ്പാറാണ്. തീരെ താല്പര്യമില്ല. ഓക്കെ ഓക്കെ. സേവ്യർത്തിപ്പള്ളി എന്ന് പറഞ്ഞ വ്യക്തി നല്ലൊരു വ്യക്തിയാണ് കേട്ടോ. അത് എടുത്ത് പറയാൻ ഓക്കെ ഓക്കെ, തീരെ താല്പര്യമില്ല. താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കണം? LDF വരും. തുടർ ഭരണം ഉണ്ടാവൂ? ഇദ്ദേഹം പറഞ്ഞത്, ചേട്ടാ ഒന്നുകൂടി വരൂ. ഇദ്ദേഹം പറഞ്ഞത് അതായത് സംസ്ഥാന ഭരണം വളരെ മോശമാണെന്നാണ് പറഞ്ഞത്. ചേട്ടന്റെ അഭിപ്രായം എന്താ? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. LDF തന്നെ വരും. ചേട്ടാ LDF വരുന്ന പറയുന്നേ പറയട്ടെ. അല്ല അവരെന്താ, പക്ഷെ നമുക്ക് 100-110% ഇതാണ് UDF വരുന്നതാണ് നമ്മളൊരു LDF വരാൻ പാടില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഇതാണ്. അത്രയും ആൾക്കാർ വെറുത്തു പോയി. അതാണ് ഇപ്പോൾ അതിനോട് ചായവുള്ള ആൾക്കാർ നല്ല സപ്പോർട്ട് പറയുന്നവരുണ്ട്. പക്ഷെ അതിലായാലും ഈ സഖാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അതിലായാലും എന്ത് ഇത് ചെയ്താലും കുറേ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും പറയുന്നില്ല. പുറത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അതായത് സഖാക്കള് പ്രതികരിക്കുന്നില്ല. അത് അവരുടെ ഉള്ളിലുണ്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്. ഭരണം മോശമാണെന്ന് അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് തന്നെ അറിയാം. പക്ഷെ അതിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പലതും പറയുന്നു. നിങ്ങൾ നല്ലതാണെന്ന് പറയുന്നു. അതല്ലോ, അത്രേ ഉള്ളൂ കാര്യം. സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയെന്ന് പറഞ്ഞിട്ട് എഴുതിയത്, പക്ഷേ കംപ്ലീറ്റ് ഞാൻ പറയില്ലേ, ഇപ്പോൾ ഓരോ കാര്യങ്ങളായാലും ഞാൻ ചെറുപ്പം മുതൽ LDFിൻ്റെ DYFിയുടെ ഓരോ കാര്യങ്ങൾക്കും പോസ്റ്റ് ഒട്ടിക്കാനൊക്കെ നടന്നിരുന്ന ആളാണ്. ഇതിൻ്റെ ഇത് കാരണം ഞാൻ മാറിയതാണ്. നമ്മളൊരു 10 പഠിക്കുന്ന സമയത്തും +1 +2 പോകുന്ന സമയത്തൊക്കെ പോസ്റ്റ് ഒട്ടിക്കാനൊക്കെ പോയിരുന്ന ആളാണ്. ഇതിന് ശേഷം വളരെ മോശം, വളരെ മോശം. അവരിപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, അവർ അതാ പറയുള്ളൂ. ചേട്ടൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ആൾക്കാരാണ് അവർ. ചെറുപ്പം മുതൽ അങ്ങനത്തെ ആൾക്കാരാണ്. ഓക്കെ ഓക്കെ. പക്ഷെ അപ്പോൾ ഇതിലായാലും ഇതായാലും ഓരോ കാര്യങ്ങൾ പറയാലും അതിലെ നിൽക്കുള്ളൂ. ഓക്കെ ഓക്കെ, വ്യക്തമാണ്. ഓക്കെ, അതാണ് അതൊരുവിധം ആൾക്കാരൊക്കെ. താങ്ക് യു. ഓക്കെ. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരി? പറയാൻ പറ്റില്ല. എങ്ങനെയുണ്ട് നമ്മുടെ ഭരണം? എങ്ങനെയുണ്ട് കഴിഞ്ഞ 5-10 വർഷത്തെ ഭരണം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരു തുടർ ഭരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. എനിക്കറിയില്ല. വടക്കാഞ്ചേരിക്കാരനാണോ? തൃശ്ശൂര്. ഇത്തവണ ആര് ഭരിക്കും കേരളം? കറക്റ്റായിട്ട് അറിയില്ല. LDFിനാണ് സാധ്യത. ഞങ്ങളുടെ കണക്കൂട്ടിൽ LDF ആണ്. മറ്റുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്താ ജോലി? എന്താ? എനിക്ക് ഗോൾഡിന്റെ വർക്കാണ്. എങ്ങനെയുണ്ട് വ്യാപാര മേഖല? എങ്ങനെയുണ്ട്? തകർന്നിരിക്കുകയാണ്. ഈ തകർച്ചയ്ക്ക് കാരണം സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ അതോ ആഗോള പ്രതിസന്ധിയാണോ? കറക്റ്റ് പറയാൻ പറ്റില്ല. മൊത്തത്തില് പ്രശ്നമാണ്. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരി ഇത്തവണ ആര് വിജയിക്കും? വടക്കാഞ്ചേരി വൈശാഖ് വിജയിക്കും. കാരണം
സേവ്യർ ജിറ്റിൽ പുള്ളി ചെയ്ത കാര്യങ്ങൾ മുന്നേ MLA തുടങ്ങി വെച്ച കാര്യങ്ങൾ മാത്രം പൂർത്തീകരിച്ചിട്ടുള്ളൂ. ബാക്കി പുതിയതായി ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ എന്തായാലും ഒരു മാറ്റം ആവശ്യമാണ്. അത് കാരണം കൊണ്ട് ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? സേവ്യർ വിജയിക്കും. തുടർ ഭരണം ഉണ്ടാവുമോ? എന്തുകൊണ്ട്? നല്ല ഭരണമാണ്. ഏതൊക്കെ മേഖലയിലാണ് നല്ല ഭരണം? മൊത്തത്തിൽ നല്ല ഭരണമാണ്. ഓക്കെ, താങ്ക് യു. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് വിജയിക്കും? ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോഴത്തെ സ്ഥിതി പോണത്. എന്താണ് സ്ഥിതിക്ക് കുഴപ്പം? ഏത് പാർട്ടി ജയിക്കുന്നത് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അങ്ങനെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിട്ട് നടക്കണു. ആര് ജയിക്കും? അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എങ്കിലും പൊതുവെ കാണുമ്പോ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കാണുമ്പോ ആര് വിജയിക്കും? അതായത് ഇപ്പൊ ഞാൻ കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ്സുകാരൻ ജയിക്കുന്നു പറയും, ഒരു BJP-കാരാണെങ്കിൽ BJP-കാരൻ ജയിക്കുന്നു പറയും, ഒരു LDF ആണെങ്കിൽ LDF ജയിക്കുന്നു. ഒരു സാധാരണക്കാരന്റെ പക്ഷത്ത് നിന്നിട്ട് നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കുമ്പോ ആര് വിജയിക്കും? ചിന്തിച്ച് വോട്ട് ചെയ്യുക. ഏതൊക്കെ മേഖലയിലാണ് ചിന്തിക്കേണ്ടത്? ഏത് മേഖല നോക്കിയാലും നല്ലമാതിരി ചിന്തിച്ച് ചെയ്യുക. അപ്പോ നമ്മൾ ചിന്തിക്കുമ്പോ പൊതുവെ ഭരണം എങ്ങനെയുണ്ട്? അതിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കാം. ചേട്ടന്റെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. ഒന്നും പറയാലേ. ഓക്കെ, താങ്ക് യു. നമസ്കാരം ചേച്ചി, ഒരു കാര്യം ചോദിക്കാനാ. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? സേവ്യറിനോടാണ് താല്പര്യം. എന്താണ് കാരണം? വികസനം. ഒരു തുടർ ഭരണം ഉണ്ടാവും നമുക്ക് ഇത്തവണ. അതായത് നമുക്കെന്ന് ഉദ്ദേശിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാമത് ഭരണം ഉണ്ടാവുമോ? അറിയില്ല. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? ഇടതുപക്ഷം വിജയിക്കും. കാരണം തോന്നുന്നത് അങ്ങനെയാണ്. ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരു മൂന്നാം ഭരണം ഉണ്ടാവും. ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. പറയാൻ പറ്റില്ല. എന്താണ് അങ്ങനെ പറയാൻ പറ്റാത്തൊരു അവസ്ഥ? അത് രണ്ടാളും തിരക്കേടില്ല. അപ്പൊ ആരെ ജയിക്കാന്നുള്ള അതാണ്. രണ്ടുപേരും തിരക്കേടില്ല. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? വടക്കാഞ്ചേരിയിൽ സേവ്യർ വിജയിക്കും. കാരണം എന്താ? കാരണം ഈ 5 കൊല്ലത്തെ പ്രവർത്തനം നോക്കിയപ്പോഴത്തേക്ക് ഒരു തുടർ ഭരണം ഉണ്ടാവും. അതിനെന്താ കാരണം? അതിന് ഈ 10 കൊല്ലത്തെ ഭരണം തന്നെ വികസനം തന്നെ നോക്കിയാൽ മതി. ഓക്കെയാണ്. താങ്ക് യു. വടക്കാഞ്ചേരിയിൽ തവണ ആര് വിജയിക്കും? UDF. കാരണം 10 കൊല്ലമില്ലേ, 5 കൊല്ലം 10 കൊല്ലം ഭരിക്കുന്നു. 10 കൊല്ലം. അപ്പൊ അതുകൊണ്ടൊരു മാറ്റം വേണം. മാറ്റാണ് ആവശ്യം. പിന്നെ മൊത്തത്തിൽ UDF-ന്റെ ട്രെൻഡ് ഉണ്ടല്ലോ. അപ്പൊ ട്രെൻഡ് എന്തായാലും നമുക്ക് UDF-ന് അനുകൂലമായിരിക്കും. UDF ജയിക്കും. തുടക്കത്തില് UDF-ലൊരു എന്താ പറയാ, ഒരു അവര് നേതാക്കന്മാര് തമ്മിലൊരു പ്രശ്നം, അതുപോലെ സീറ്റ് വീതം വയ്ക്കുന്നതിലൊരു പ്രശ്നമുണ്ട്. അത് തിരിച്ചടിയാവും. കോൺഗ്രസിന്റെ തുടക്കം തൊട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നം. കോൺഗ്രസ് അങ്ങനെയാണ്. അതാണ് കോൺഗ്രസ്. ഞങ്ങൾക്കറിയാം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എനിക്കറിയാം. അത് അങ്ങനെയായാലും ആരും വിട്ടുപോകില്ല. അത് എല്ലാ കാലത്തും അവസാന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് അത്തരം പണക്കങ്ങളില്ലെങ്കിൽ അത് കോൺഗ്രസ് അല്ല. അതങ്ങനെ തുടക്കം തൊട്ട് അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരി? ഏതാ ചേട്ടന്റെ പാർട്ടി? പാർട്ടി ഉണ്ടോ? ഇല്ല. പാർട്ടിയിലുള്ള എല്ലാ വിശ്വാസവും ഏതായിരുന്നു പാർട്ടി? അത് ഞാൻ പറയുന്നില്ല. പറഞ്ഞോളൂ. ഇല്ല. ആ വിശ്വാസം നഷ്ടപ്പെടാൻ എന്താണ് കാരണം? അഴിമതിയും ഇതും തന്നെ. അവരുടെ സ്വയം അവരുടെ ആൾക്കാർക്കുള്ള ഇത് തന്നെ. എല്ലാ കാര്യങ്ങളും അവർക്ക് മാത്രമേ ഉള്ളൂ. പൊതുജനം കഴുതുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എല്ലാ 2 പാർട്ടിക്കാരും ഇപ്പൊ ഇടത്തും പലതുമാണല്ലോ മെയിനായിട്ടുള്ള കേരളത്തില്. അവര് രണ്ടും ഒരേ തോൽ പക്ഷികളാണ്. ജനം കഴുതുകയാണ്. ഞാൻ പറയണതല്ല, ഞാൻ പറയണതാ. ചേട്ടൻ പറയണതാണ്. അത്രേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തില് വേറെ ഒരു ഇത് വരണം. രാജഭരണം വരണോ? എന്തായാലും BJP ഒരു 4 സീറ്റ് പിടിക്കും. BJP 4 സീറ്റ് പിടിക്കും. പിന്നെ പോകെ അവര് പിടിച്ചു കയറിക്കോളും. അങ്ങനെയാണല്ലോ എല്ലായിടത്തും BJP വന്നത്. കേന്ദ്രഭരണം എങ്ങനെയുണ്ട്? കേന്ദ്രഭരണം കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കയറിയാല് അവരവരുടെ പോക്കറ്റും അവരവരുടെ കയ്യിലുള്ളവരുടെ പോക്കറ്റും എടുക്കാൻ അവർക്ക് വേണ്ടി കൂടുതൽ ചെയ്യും. അതിലൊക്കെ ചെയ്യില്ല എന്നല്ല,
ഓക്കെ 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 താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കുന്നു? അത് ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. കട്ടയാണ്. വടക്കാഞ്ചേരിയിൽ അങ്ങനെയാണോ അതോ കേരളത്തിൽ മൊത്തം അങ്ങനെയാണോ? കേരളം മൊത്തം അങ്ങനെ തന്നെയാണ്. വടക്കാഞ്ചേരി ഉൾപ്പെടെ കട്ടയ്ക്ക് മത്സരമാണ്. ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും UDF-നാണ് കുറച്ചുകൂടി ചാൻസ് കാണുന്നത്. എന്തുകൊണ്ട്? അതൊരു ചേഞ്ചാണ്, മാറ്റം പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും കഴിഞ്ഞല്ലോ, അപ്പോൾ ഒരു മാറ്റം വേണം എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ ചേട്ടാ, എന്താണ് വടക്കാഞ്ചേരിയിലെ ഒരു ട്രെൻഡ്? എന്താണ് UDF വിജയിക്കുന്ന കാരണം? ജനങ്ങൾ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കുറേ നാളായില്ല. ഒന്നുറക്കെ പറയൂ. അതായത് ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് ചാർജ് എല്ലാത്തിലും വർധനവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നികുതി വിലക്കയറ്റമൊക്കെ പ്രശ്നമാണ്. വിലക്കയറ്റം, ബിൽഡിംഗ് പെർമിറ്റ് എല്ലാം കൂടിക്കൊണ്ടിരിക്കും. ചേട്ടൻ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യണത്? ഞാൻ അനിമേഷൻ BFX ആണ്. BFX അത് കെട്ടിട മേഖലയുമായി ബന്ധപ്പെട്ടാണോ? അല്ല സോറി, അനിമേഷൻ ആണോ? ഓക്കെ 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 ഓക്കെ. മോട്ടോ ചാർജ് ആണെങ്കിലും മോട്ടോയുടെ പെർമിറ്റ് ഫീസ് എല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ താങ്ക് യു. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? വടക്കാഞ്ചേരി ഇത്തവണ ആര് വിജയിക്കും? ടൈറ്റ് മത്സരമാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. കേരളത്തിൽ ആര് ഭരണത്തിൽ വരും? കേരളത്തില് ഒരു 70 മുതൽ 80 സീറ്റിനുള്ളിൽ UDF വരും. യാതൊരു സംശയമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 വർഷമായില്ല അവർ ഭരിക്കണം. അപ്പോൾ ജനങ്ങൾ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കണം. ഇപ്പോൾ വടക്കാഞ്ചേരിയുടെ കാര്യം പറയാൻ കാരണം ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഒരു യൂത്തുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് മത്സരം എങ്ങനെയാവും എന്നുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാൻ പറ്റില്ല. ഒരു നല്ല വ്യക്തിയാണ്. നല്ല അത്യാവശ്യം കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇനി ജനങ്ങൾക്ക് തോന്നുകയാണ് ഒരു 5 വർഷം സേവർ മാറിയിരിക്കട്ടെ, ചെറുപ്പക്കാരനൊന്ന് വരട്ടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തില്? എൻ്റെ അഭിപ്രായത്തിൽ വൈശാഖ് വിജയിക്കും. മാറ്റമാണ്. ചേട്ടൻ്റെ അഭിപ്രായത്തിലോ? വൈശാഖ് വിജയിക്കും. കേരളത്തിൽ മാറ്റം ഉണ്ടാവുമോ? കേരളത്തില് എന്തായാലും അധികാരത്തിൽ വരും. ഈ UDF-ന്റെ ഉള്ളിലുള്ള ഈ പടലപ്പടക്കൊക്കെ ഒരു വിഷയമാവോ? തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് UDF-ല് അങ്ങോട്ട് ചർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓരോരുത്തർ വ്യക്തിപരമായിട്ട് അത് കാലകാലങ്ങളായിട്ട് നിലനിൽക്കണതോ അതൊക്കെ തെരഞ്ഞെടുപ്പിലൊന്നും അത് പ്രതിഫലിക്കില്ല, ഉണ്ടാവില്ല. ചേട്ടന്റെ അഭിപ്രായം എന്താ? BJP വിജയിക്കും. കാരണം കിട്ടിയിട്ടില്ല. അവര് കേന്ദ്രം ഭരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കേന്ദ്ര ഭരണം? എങ്ങനെയുണ്ട്? നന്നായി ഭരിക്കുന്നുണ്ടോ ചേട്ടാ? തെറ്റ് പറയാൻ പറ്റില്ല. എങ്ങനെയാ? കുഴപ്പമില്ല. ചേട്ടാ കേന്ദ്ര ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ BJP വരട്ടെ എന്നാണ് പറയണത്. പക്ഷെ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടോ കേരളത്തില്? കേരളത്തിൽ അന്തരീക്ഷം ഉണ്ടാവില്ല. കാരണം നസ്രാണി മുസ്ലിം അല്ല മുഴുവൻ, ക്രിസ്ത്യാനി ഹിന്ദുക്കൾ മാത്രം വിചാരിച്ചൊരു കാര്യമില്ല. അപ്പൊ വന്നൂര് വരട്ടെ. എന്തുകൊണ്ട് BJPക്ക് എല്ലാ മേഖലയിലും വോട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല? എന്തുകൊണ്ട്? വർഗീയ കാര്യങ്ങളാണ്. എവിടെയാണ് ഭൂരിപക്ഷം അവര് കയറി പോകും. അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് നോക്കിക്കൂടെ BJPക്ക്? എല്ലാ മേഖലയും ഒത്തൊരുമിച്ച് കൊണ്ടുപോയിട്ട് ആവില്ല. പിടിക്കാനുള്ള വഴിയില്ല അവർക്ക്. എന്നാലും ചെറിയൊരു ബില്ലിന്റെ പേരില് ആകെ പുലിവാലായില്ലേ? ആ ബില്ലിനെ കുറിച്ച് എന്താ അഭിപ്രായം ചേട്ടൻ? എന്താണെന്ന് അറിയില്ല. ഉള്ളിലത്തെ എന്താ എനിക്ക് അറിഞ്ഞൂടാ. അതായത് വിദേശത്ത് നിന്ന് സംഭാവന മേടിക്കാനുള്ള അമെന്റ്മെന്റ് ആണ്, ഭേദഗതിയാണ്. അതാണ് പ്രശ്നം. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ ബില്ല് നല്ലതാ. ഒരാൾ മേടിക്കാന്ന് ബില്ല് ഏകപക്ഷീയമാവരുത്. ഓക്കെ താങ്ക് യു ചേട്ടാ. UDF ജയിക്കും ഉറപ്പാണ്? ഉറപ്പില്ല. UDF വരണം, അതാണ് ആഗ്രഹം. നല്ല 10-15 അവര് മുഷ്ട് കാണുന്നുണ്ട്. ഒരു മാറ്റം വേണം. അവര് മുഷ്കുണ്ട് ബാക്കി തന്നെയാ. മുഷ്ട് കാണിക്കുന്നതിന് കുറച്ച് തലക്കനുണ്ട് തോന്നുന്നുണ്ട്. ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് മാത്രമല്ല, ഞാൻ LDF ആണോ? ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ താങ്ക് യു. ചേട്ടാ നമസ്കാരം. അരി വാങ്ങിട്ട് വരുവാണോ? എങ്ങനെയുണ്ട്? വിലൊക്കെ എങ്ങനെയുണ്ട്? മീഡിയം വിലയുള്ളൂ, വില കൂടുതലൊന്നുമില്ല. ഇത്തവണ ആര് വിജയിക്കും?
സേവ്യർ ചിറ്റലപ്പള്ളി വിജയിക്കും. കേരളത്തില് എന്താ അവസ്ഥ? ആർക്ക് അധികാരം കിട്ടും? കിട്ടണം. കഴിഞ്ഞ ഭരണം സെറ്റാണ് ചേട്ടന്റെ അഭിപ്രായത്തില്? സെറ്റാണ്. അതുകൊണ്ട് കേരളം LDF ഭരണം എന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? പറഞ്ഞോളൂ. ആര് വിജയിക്കണം എന്നാണ് ആഗ്രഹം? ഒരു ഭരണമാറ്റം ഉണ്ടാവോ കേരളത്തില്? കാരണം എന്താ? പോക്ക് അങ്ങനെയാണ്. മോശമാണോ? നിങ്ങളുടെ ഈ മേഖലയില് എന്ത് തരത്തിലുള്ള വികസനമാണ് ഇനി വരേണ്ടത്? എല്ലാ വികസനവും വേണം. ഓക്കെ, താങ്ക് യു. ചേട്ടാ ഇത്തവണ ആര് വിജയിക്കും? നമ്മൾ ആര് വിജയിച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല, നമ്മൾ പണിക്ക് പോവുക. അതങ്ങനെ തന്നെയാണ്. അതത്രേ ഉള്ളൂ. പൊതുവെയുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് എന്തായിരിക്കും ആര് വിജയിക്കണം? അതാണ് കാര്യം, അതാണ് ചോദ്യം. അത് കൈവരട്ടെ. അതെ. കാരണം ആൾക്കാർക്ക് പണിയെങ്കിലും കട്ടാലും പറ്റില്ല. പണി അറിയാൻ അവർക്ക് ഇപ്പൊ നടക്കുന്ന അറിയാനാ. ഇപ്പൊ അവസ്ഥ മോശമാണ്. നമുക്ക് കാര്യമൊന്നുമില്ല. ഇപ്പൊ അവസ്ഥ വളരെ മോശമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞുതരും. നമ്മുടെ കൂട്ടുകാർ. ചേട്ടാ പറയൂ, എന്താണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? എന്താണ്, എങ്ങനെയുണ്ട് പാർട്ടിക്കാരുടെ ഈ ഭാഗത്തെ പ്രവർത്തനങ്ങളൊക്കെ? ഉല്ലാസ് ബാബു ജയിക്കും. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അതിന്റെ മുന്നത്തെ തവണത്തെ അപേക്ഷിച്ച് 5000 വോട്ട് കുറവാണ്. ജയിക്കും. ഓക്കെ, പ്രവർത്തനം നടത്തുന്നുണ്ട്. ചേട്ടന്റെ അഭിപ്രായത്തില്? എന്റെ അഭിപ്രായത്തില് വൈശാഖ ജയിക്കുന്നതാണ് ആഗ്രഹം. കാരണം എന്താ? കാരണം ചെറുപ്പല്ലേ. ചെറുപ്പാണ്. ചെറുപ്പത്തിന്റെ വോട്ട്. ചെറുപ്പല്ല ആവശ്യം. ജയിക്കട്ടെ. നമ്മുടെ ഇവിടുത്തെ MLA പ്രവർത്തനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? MLA പ്രവർത്തനം കുഴപ്പമില്ല. ഒരു തുടർഭരണം ഉണ്ടാവും ഇനി കേരളത്തില്? ഞാൻ ചേട്ടനോട് ചോദിക്കാൻ കാരണം കേരളത്തിൽ എന്താ അവസ്ഥ? കോൺഗ്രസ് വരണം. തുടർഭരണം വേണ്ട, ഒരു മാറ്റം വേണം. ചേട്ടന്റെ അഭിപ്രായത്തില് നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ഭരണമാറ്റം വേണമെന്നോ? ഇടയ്ക്ക് കേരളത്തിന്റെ സാധാരണ സ്വഭാവം അനുസരിച്ച് ഒരു മാറ്റം വേണം. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഇത്തവണ ഒരു തുടർഭരണം ഉണ്ടാവുമോ? ധാരണയില്ല. ഇവിടെ ആര് വിജയിക്കും? ടൈറ്റ് മത്സരമാണ്. ഒന്നും പറയാൻ പറ്റില്ല. ടൈറ്റ് മത്സരം ആവാൻ എന്താണ് കാരണം? അതായത് പാർട്ടിക്കാരുടെ ആ പ്രവർത്തനം കൊണ്ടാണോ അതോ സ്ഥാനാർത്ഥികളുടെ ആ ഒരു ക്വാളിറ്റി കൊണ്ടാണോ? സ്ഥാനാർത്ഥികളുടെ ക്വാളിറ്റി കൊണ്ട് ടൈറ്റ് മത്സരമാണ്. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരി? അങ്ങനെ പറഞ്ഞ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ആരെന്നെ പറയാ വിജയിക്കും. ഒരു തുടർഭരണം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. വികസനാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന മെയിൻ തെരഞ്ഞെടുപ്പ്. ഉണ്ടാവില്ല. അതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു. ഇത്തവണ ഇല്ല. കാരണം അതായത് കോൺഗ്രസ് ഭരിക്കും. കോൺഗ്രസ് ഭരിക്കും. ഇത് തർക്കല്ല. എന്താ കാരണം? കാരണം ഇവരെ ഭരണത്തിന്റെ മോശമായ രീതിയിലാണ് ഭരണം പോകുന്നത്. ഏതൊക്കെ മേഖലയിലാണ് മോശം? മോശം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇവരെ കാഴ്ചപ്പാട് വളരെ മോശം. അവര് അവകാശപ്പെടുന്നത് കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ ഈ റോഡ് വികസനമൊക്കെ അവര് എടുത്തു പറയുന്നുണ്ട്. ചേട്ടൻ തൃപ്തനാണോ അതിൽ? ഇല്ലില്ല. കാലങ്ങളായിട്ട് ഇത് നടക്കുന്ന കാര്യങ്ങളല്ല. റോഡ് നിർമ്മാണമൊക്കെ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അത് കാലത്തിനനുസരിച്ച് റോഡ് വികസനം വരണം. കാലത്തിനനുസരിച്ച് റോഡ് വികസനം വേണം. അതാണ് ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, താങ്ക് യു. നമസ്കാരം ചേട്ടാ. ഇത്തവണ വടക്കാഞ്ചേരി ആര് വിജയിക്കും? എനിക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. നമ്മളിതിനെ പറ്റിയിട്ട് ചിന്തിക്കാറില്ല. വോട്ട് ചെയ്യാറില്ലേ? വോട്ട് ചെയ്യല് മാത്രം. ഓക്കെ, ചേട്ടന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം പറയുകയാണെങ്കില് അവിടെ ആരാ ജയിക്കുക? പിന്നെ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് സേവ്യറും ജയിക്കുന്നതാണ് എന്റെ വിശ്വാസം. അത് എങ്ങനെ നടക്കുന്നു നമുക്ക് അവര് കുറെ അതായത് അവിടെ അത് ചെയ്തോണ്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലേ. അവൻ കയറി കുറച്ചൊക്കെ ഇതാക്കി.
പ്രതീക്ഷയുണ്ട് അവന് LDF സേവർ ചിറ്റലപ്പള്ളി ജയിക്കുന്ന പറയുന്നു. കുറെ നല്ല കാര്യങ്ങൾ ഇനി ചെയ്തിട്ടില്ല, അതല്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മള് വടക്കാഞ്ചേരി വിട്ടിട്ട് കേരളം പരിശോധിച്ചാൽ ഒരു തുടർഭരണം ഉണ്ടാവുമോ, അതൊരു മാറ്റം ഉണ്ടാവുമോ? തുടർഭരണം ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് മൊത്തത്തിൽ. ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബൊക്കെ കാണുന്ന കാരണം കൊണ്ട് അങ്ങനെ എന്റെ മനസ്സിലങ്ങനെയാണ്. ചേട്ടാ യൂട്യൂബ് കണ്ടിട്ടാണ് വിലയിരുത്തുന്നത് ഭരണത്തെ? കാരണം വാർത്തകൾ കേട്ടിട്ട് നമുക്ക് ഡയറക്റ്റ് അറിയില്ല. ചേട്ടന്റെ അനുഭവങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വികസനത്തിലോ അല്ലെങ്കിൽ ഭരണത്തിലോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? LDFന്റെ ഈ LDFന്റെ മീൻസ് കഴിഞ്ഞ 10 വർഷക്കാലം എന്താ പറയാ, മനോട് പറഞ്ഞു എനിക്ക് തോന്നിയിട്ടില്ല. അത് കുഴപ്പമില്ല, ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ചേട്ടൻ എന്താ ജോലി? നിങ്ങൾ ഈ ക്യാമറ പിടിച്ചിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി, അത് സ്വാഭാവികമാണ്. പെട്ടെന്ന് ചേട്ടാ ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് പറയാം, പെട്ടെന്ന് വന്നിട്ട് ഒരാളോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മിക്ക ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് മനസ്സിലായി, ഞാൻ ഉൾക്കൊള്ളുന്നു അത്. ചേട്ടന്റെ അഭിപ്രായത്തില് ആര് വിജയിക്കും? വടക്കാഞ്ചേരി വിശ്വാസം. ഏതൊക്കെ? ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ട് ആള് ഭയങ്കര ഇതായിട്ട് നടക്കുന്നുണ്ട്. ഈ റോഡ് പണി, അതായത് ഇത് കുന്നംകുളം തൃശ്ശൂർ സംസ്ഥാന പാതയാണ്. അപ്പോൾ ഇത് മുന്നത്തെ MLA അവകാശപ്പെടുന്നത് അവരുടെ പദ്ധതിയായിരുന്നു. അതിന്റെ പൂർത്തീകരണം മാത്രമാണ് സേവ്യർ ചിറ്റലപ്പള്ളി നടത്തിയത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ 25 കോടി 28 കോടി രൂപ സ്ഥലമെടുപ്പിന് വേണ്ടിയിട്ട്. വിശ്വസിക്കുന്നു. കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ആര് ഭരിക്കും? കേരളത്തില് ഒരു മാറ്റം നല്ലതാണ്. അല്ല, എപ്പോഴും ഒരു ആൾക്കാർ ഭരിക്കുമ്പോ അതൊരു ഒരു മാറ്റം വേണം. BJP തവണ സീറ്റുകൾ ഉണ്ടാവുമോ? ജനപ്രതിനിധികൾ ഉണ്ടാവുമോ അവർക്ക് ഇത്തവണ? എവിടെയെങ്കിലും സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരി ഇത്തവണ ആര് വിജയിക്കും? ആരും ജയിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ചേട്ടന് പറ്റുമോ? രണ്ടു കൂട്ടർക്കും സാധിക്കുന്നുണ്ട് എന്റെ അഭിപ്രായം. ഒരു ഭരണമാറ്റം ഉണ്ടാവും ഇത്തവണ? ഭരണമാറ്റം പ്രതീക്ഷിക്കണം, വേണമെന്നാണ് എന്റെ അഭിപ്രായം. ചേട്ടന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഭരണമാറ്റം വേണം തന്നെയാണ്. അനിവാര്യമാണ്. എന്താ കാര്യം വെച്ചാല് ഒരു പാർട്ടി മാത്രമാകുമ്പോ ബാക്കി അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും മധ്യം പറയാൻ പറ്റില്ലല്ലോ. ഒരു ഭരണമാറ്റം എന്തായാലും അനിവാര്യമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? സേവ്യർ ചിറ്റലപ്പള്ളി. കാരണം ഞാൻ ആ നാട്ടുകാരനാണ്. അവിടെ അദ്ദേഹത്തിന് നല്ല പ്രവർത്തനം. വടക്കാഞ്ചേരിയാണോ വീട്? അല്ലല്ല, ഈ മണ്ഡലത്തിൽ തന്നെ. ഏത് ഭാഗത്തെ വീട്? പോകുന്നൂര്. അദ്ദേഹത്തിന് നല്ല പ്രവർത്തനം. വികസനമുണ്ട്. കേരളത്തിന്റെ അവസ്ഥ ആര് ഭരിക്കും? അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വടക്കാഞ്ചേരിയിൽ പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? നമ്മുടെ LDF സ്ഥാനാർത്ഥി വിജയിക്കും. കേരളം ആര് ഭരിക്കും? എനിക്ക് പറയാൻ പറ്റില്ല. കാരണം LDFന്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ നമ്മൾ ആൾക്കാർ വിലയിരുത്തുന്നത്. നല്ലതാണെന്നാണോ അതോ മോശമാണെന്നാണോ? മോശമാണെന്ന് പറയുന്നവരാണ് കൂടുതൽ. അപ്പൊ ഒരു ഭരണമാറ്റം ഉണ്ടാവും. ഉണ്ടാവുന്നതാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ കോൺഗ്രസ് ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണ് ഭരണമാറ്റം എന്നാണ് കണ്ടത്. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരി തവണ ആര് വിജയിക്കും? BJP. ഉല്ലാസ് ബാബു വിജയിക്കും. മോദി എന്ന് പറഞ്ഞൊരു ദൈവം ഇവിടെ ഉള്ളപ്പോ പിന്നെ വേറെ ജയിച്ചില്ല ചെങ്ങ വീട്ടിൽ തരാം ആൾക്കാരൊക്കെ വരുന്നത്. അല്ല ചെങ്ങ ഇത്രയും കൊല്ലമായിട്ട് ഒരു അഴിമതി ഒന്നുമില്ലാണ്ട് ഇത്രയും പുരോഗമനം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്യണത് പിന്നെ ആരെ കൊണ്ട് കൂട്ടിയാൻ പറ്റും? നമ്മുടെ MP സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? ആളുടെ BJPയുടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ അത്യാവശ്യം ഇവരൊക്കെ കൂടുതലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ നേതൃത്വം കടിഞ്ഞാണ് പിടിക്കും. നേതൃത്വം അടിപൊളിയായിട്ട് അവരെന്നെ നിയന്ത്രിക്കും. മറ്റേ തൃശ്ശൂർ MPയുടെ സുരേഷ് ഗോപിയാണല്ലോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കുഴപ്പമൊന്നുമില്ല. ആള് നല്ലൊരു ഇതിലെത്തണമെന്നുള്ള ഇതിലാണ് ചെയ്യണതും കാര്യങ്ങളൊക്കെ. ആളുടെയൊക്കെ കുറ്റം പറയാനൊന്നും ഈ 20 MP മാരുണ്ടായിട്ട്
സുരേഷ് ഗോപിയുടെ ഒരു പേര് മാത്രമേ നാട്ടുകാർക്ക് അറിയുള്ളൂ. എന്തെങ്കിലും അവൻ ചെയ്തില്ല, സിനിമ നടനായതുകൊണ്ടല്ലേ അത്? അതല്ല, അവൻ ചെയ്തില്ല. BJP ജയിച്ച കാരണം കൊണ്ട് ഒരാളുടെ, അപ്പൊ അവന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് കൂടുതലും നോക്കണത്. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്ത് നോക്കണില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മള് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഈ മോദി വന്നുള്ളത് എന്താ വെച്ചാൽ BJP കിട്ടിയുള്ള ഒരു ഭാഗ്യമാണ്. അവരുടെ കുടുംബം അതൊക്കെ എന്നും സാധാരണ ഒരു ഇതുപോലെയാണ്. ഒരാൾക്കാർക്ക് ഒരു അതും അവന്റെ കൂടുതലുള്ള മന്ത്രിമാരെ നിയന്ത്രിച്ചവർക്കുണ്ട്. അവര് ഭരണം കിട്ടിയ സ്ഥലങ്ങളിലും മൂപ്പര് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് മൂപ്പര് കുറെ പ്രയത്നിച്ചു. ഇനി വേറെ ആളുകൂടെ ജയിക്കണം എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോദിനെ കോപ്പി അടിച്ച് അതിലും മെച്ചപ്പെട്ട രീതിയിൽ ആയാൽ ഇതിപ്പോ ഇവിടെ വിജയിച്ചില്ലെങ്കിലും മനസ്സിലായി. ഓക്കെ, ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരി ആര് വിജയിക്കും തവണ? അത് കോൺഗ്രസ് തന്നെ. കോൺഗ്രസ് ജയിക്കും. കാരണം അതങ്ങനെയാണ് അതിന്റെ കിടപ്പുവശം. എന്താണ് കിടപ്പുവശം എന്ന് പറയുമ്പോൾ? അതില് കുറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലക്കര അതിന്റെ ഭാഗത്ത് നമ്മുടെ വൈശാഖിന് കിട്ടിയിരിക്കും. കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. അതിനെന്താ കാരണം? അത് കോൺഗ്രസ് ഭരണം തന്നെയാണ് നമുക്കൊക്കെ. ഓക്കെ, താങ്ക് യു. വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും തവണ? എന്താ സേവർ ചിത്രപ്പള്ളി. സംശയമില്ല. ഒരു തുടർ ഭരണം ഉണ്ടാവുമോ? എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും. കാരണം ഈ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണന എല്ലാം കൂടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും തുടരും. ഒരു പിണറായി വിജയന്റെ ഒരു ഏകാധിപത്യ ഭരണമാണെന്നുള്ളൊരു പൊതുവൊരു മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ല. അല്ലാതെ അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ല. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും തവണ? സേവർ ചിത്രപ്പള്ളി ജയിക്കും. കാരണം 5 കൊല്ലം നല്ല പ്രവർത്തനങ്ങൾ നടത്തി. ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്? റോഡുകള്, മറ്റുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ. സ്കൂളുകളിൽ ഇപ്പോൾ അടുത്ത് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ഇപ്പോൾ 10 ലക്ഷം രൂപ ഉച്ചക്കഞ്ഞി വിതരണത്തിലുള്ള ഷെഡിന് അനുവദിച്ചു. ഇപ്പോൾ റോഡ് എല്ലാം ഒരു നന്നാക്കി കഴിഞ്ഞു. മൊത്തം വികസന പ്രവർത്തനങ്ങൾ വളരെ മുൻപന്തിയിൽ എല്ലാ വിഷയങ്ങളിലും ഇടപെടും. ഒരു ബന്ധമുള്ള ആളാണ്. ഒരു 10,000 വോട്ടിനും ജയിക്കും. 10,000 വോട്ടിന് വിജയിക്കും. ഒരു തുടർ ഭരണം ഉണ്ടാവും. തുടർ ഭരണം കൃത്യമായി പ്രയോഗിക്കാൻ പറ്റില്ല. കാരണം അപ്പുറപ്പുള്ള ഒരു സംവിധാനം പല സ്ഥലത്തും കാണും. തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിൽ LDF ഒരു മുൻതൂക്കമുള്ള സ്ഥിതിയുണ്ട്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഇപ്പോൾ CSI സഭയൊക്കെ ചില വ്യതിയാനങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില തിരുവനന്തപുരത്തൊക്കെ പ്രതീക്ഷ സീറ്റ് CSI സഭയുടെ ഒക്കെ ചില അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഇപ്പോൾ അവസാന നിമിഷത്തിൽ ലാപ്പിൽ വരുമ്പോൾ മത്സരം വളരെ ടൈറ്റ് ആവും. എന്നിരുന്നാലും ഒരു 75 സീറ്റിന്റെ അടുത്താണ് ആർക്കായാലും കിട്ടുള്ളൂ. UDF LDF 75 കടക്കില്ല ആരും. ഓക്കെ, താങ്ക് യു. വടക്കാഞ്ചേരിയില് പ്രതീക്ഷ മൊത്തം സേവർ ചിത്രപ്പള്ളി. കാരണം എന്താ ചേട്ടാ? കാരണം ആള് ഒരു നല്ലൊരു മനുഷ്യനാണെന്നുള്ളത്. ഒരു തുടർ ഭരണം ഉണ്ടാവും തവണ? ഉണ്ടാകണം. എന്തുകൊണ്ട്? എന്താ പറയാ, മാറ്റങ്ങൾ വേണമല്ലോ. മാറ്റങ്ങൾ വേണം. ശബരിമല വിഷയമൊക്കെ ഒരു പ്രശ്നമാവും. കാരണം പ്രതിപക്ഷവും BJP ഒക്കെ ഉന്നയിക്കുന്നത് ശബരിമല വിഷയമാണ് പ്രധാനമായിട്ട്. അതെ. അപ്പൊ അതൊരു വിഷയമാവും. അതാണുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതൊരു വിഷയമാവും. ഒരു വിഷയമാണ്. കേരളത്തിൽ ഡീലുണ്ടോ? പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ അറിയോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് രാഷ്ട്രീയം അങ്ങനെ വലിയ വശമൊന്നുമില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ സന്തോഷം. ഓക്കെ. നമസ്കാരം. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരി? വടക്കാഞ്ചേരിയില് സേവർ ചിത്രപ്പള്ളി ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ചോദിച്ചാൽ ഇന്നേ വരയ്ക്ക് ആളാണ് ജയിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് ഉപകാരങ്ങൾ ആള് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് UDF ഒരു MLA ഉണ്ടായിരുന്നു ഇവിടെ. അതിനുശേഷം സേവർ ചിത്രപ്പള്ളി. അതെ, എന്റെ അഭിപ്രായത്തിൽ ആളെന്നെ ജയിക്കുള്ളൂ. ഒരു തുടർ ഭരണം ഉണ്ടാവോ? തുടർ ഭരണം ഉണ്ടാവും. എന്തുകൊണ്ട്? കാരണം ആൾ അങ്ങനെയാണ് ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് തരത്തില്. അതെ, ഏതൊക്കെ തരത്തില്? എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും തവണ? വടക്കാൻ ജയിക്കുന്നതല്ല പ്രശ്നം. വേറെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ലേഡീസിന്
ഇവിടെ കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പറയുന്നുണ്ട്. അത് അവർക്ക് മാത്രമായിട്ട് പോരാ, അത് പുരുഷന്മാർക്കും വേണം, ആർക്കും വേണം. അതാണ്. പിന്നെ ആര് ചോദിച്ചാലും പ്രശ്നമില്ല. പക്ഷെ എന്നാലും മാറ്റം ഇവിടെ വേണം എന്നുള്ള ഒരു പുരുഷന്മാർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അത് 5 ലക്ഷത്തിന്റെ കാര്യം പറയുന്നതല്ലേ, അത് നടന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇവർക്ക് ഈ കോളേജ് വിദ്യാർത്ഥികളെ രണ്ടായിട്ട് കാണാൻ പാടില്ല. അതാണ് എന്താണ് അഭിപ്രായം? ആര് വിജയിക്കും ഇവിടെ? ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ചെയ്യുന്നുണ്ടോ? ഇല്ല, വോട്ട് ആയിട്ടില്ല. ആയിട്ടുണ്ട്, പക്ഷേ എക്സാം. എങ്ങനെയുണ്ട് പൊതുവെ നമ്മുടെ നാടിന്റെ വികസനമൊക്കെ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ? ഇനി വരണം. കുഴപ്പമില്ല, കുറച്ചുകൂടി വികസനം വരണല്ലേ? ഓക്കെ, താങ്ക് യു. ശരി. വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും തവണ? വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും? വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും തവണ? നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പാട്ട് വിജയിക്കും, ഒരാൾ ജയിക്കുന്ന ഉറപ്പാ. ആർക്കും ഭരണം കിട്ടും കേരളത്തിന്റെ? ഇപ്പോഴത്തെ ജനങ്ങളുടെ പേര് നമുക്ക് അറിയാൻ പറ്റില്ല. താങ്ക് യു. ഇത്തവണ വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും? അയ്യോ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? കേരളം ആര് ഭരിക്കും? അതും ഞാൻ പറയില്ല. എങ്ങനെയുണ്ട് നാടിന്റെ വികസനം? എങ്ങനെ പൊതുവെ? അത് വല്ല കുഴപ്പമൊന്നുമില്ല. തെറ്റില്ല, കുഴപ്പമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. അത് നമ്മുടെ സേവിയറാട്ടം ജയിക്കും. കാരണം അത് നിഷ്കളങ്കനും സ്നേഹസമ്പന്നനും, പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും നേരിട്ട് പറയുകയും ചെയ്യാം. കേരളത്തിലൊരു തുടർ ഭരണം ഉണ്ടാവുമോ? അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സ്വജാധിപത്യവും ആണ്. അത് അത്ര ഉചിതല്ലല്ലോ. ഉചിതല്ല. വടക്കാഞ്ചേരിയിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു. വടക്കാഞ്ചേരിയില് LDF വിജയിക്കും. LDF അല്ല, സേവിയർ എന്ന വ്യക്തി ആ വ്യക്തി തന്നെയാണ് പ്രാധാന്യം കൊടുത്തത്. വോട്ട് വ്യക്തിക്കാണ്, വോട്ട് പാർട്ടിക്കല്ല. പാർട്ടിയോട് അത്ര അങ്ങോട്ട് പോരാ. അതുകൊണ്ട് തവണ തുടർ ഭരണം ഉണ്ടാവില്ല, ഒരു മാറ്റം ഉണ്ടാവും. തുടർ ഭരണം മനസ്സിലായി, മാറ്റല്ലേ. താങ്ക് യു. ആര് ഭരിക്കും? കേരള UDF അല്ല, ഇടതുപക്ഷം ആര് ഭരിക്കണം? ഇടതുപക്ഷം ഇല്ലാതെ പിന്നെ ഇടതുപക്ഷം വിജയിക്കും. ഓക്കെ, താങ്ക് യു. വടക്കാഞ്ചേരിയില് ഇത്തവണ ആര് വിജയിക്കും? നമ്മുടെ സേവിയർ ജയിക്കും. അതിന്റെ അപ്പുറമില്ല. കേരളത്തിലൊരു തുടർ ഭരണം ഉണ്ടാവുമോ? കാരണം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അതേപോലത്തെ ഭരണം, അതേപോലത്തെ നല്ല പ്രവർത്തികളെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു ഏകാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പിണറായി വിജയന്റെ. സത്യമാണോ? പിണറായി ഏകാധിപത്യം നോക്കണ്ട, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി. അത് നോക്കണ്ട, നാട്ടിലെ കാര്യങ്ങൾ ചെയ്തത് നോക്കിയാൽ മതി. എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലാണ് ഉപകാരം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? മേഖലയില്ലാത്ത റോഡ്, സ്കൂളുകള്, അംഗനവാടികള്, ഹോസ്പിറ്റലുകള്, എന്തൊക്കെയുണ്ട്? ഹോസ്പിറ്റലുകളിൽ ചില വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. കത്രിക മറന്നു വെച്ചു. അത് അയാളുടെ കുറ്റമല്ലോ, ഡോക്ടർമാർക്ക് പറ്റുന്ന കൈപ്പണിയല്ലേ, അതിന് അയാളൊന്ന് മേടിച്ചു. അപ്പൊ അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് എന്നാണ് UDF ഒക്കെ പ്രതിപക്ഷം പറയുന്നത്. അവർ പറയാണ്ടിരിക്കുക, 10 കൊല്ലം അനങ്ങാണ്ടിരിക്കണു. അപ്പൊ അതുകൊണ്ട് പറയുന്നത് അവർക്ക് എന്തായാലും കേറി പറ്റുന്നെങ്കിട് അതിന് വേണ്ടി പറയുന്നതാ. അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക് യു. ശരി ചേച്ചി, നമസ്കാരം. കേരളത്തിൽ തവണ ആര് ഭരിക്കും? അയ്യോ, ജയിക്കുന്ന പാർട്ടി LDF ഭരിക്കുമോ അതോ UDF ഭരിക്കുമോ? കേരളം എങ്ങനെയുണ്ട് പൊതുവെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം? ഈ 5 വർഷത്തെ ഭരണം വിധി മാറ്റിയതെന്ന് തോന്നുന്നുണ്ട്. UDF ഭരിക്കും. ഒരു മാറ്റം ഉണ്ടാവും. പ്രതീക്ഷിക്കാം. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷന്റെ ഒരു ട്രെൻഡ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് വെച്ചിട്ടാണ് ഒരു മാറ്റം ഉണ്ടാവുന്നു തോന്നുന്നു. ഓക്കെ, താങ്ക് യു. കേരളത്തവണ ആര് ഭരിക്കും? ആര് ഭരിച്ചാലും എങ്ങനെയുണ്ട് നമ്മുടെ ഭരണം? എങ്ങനെയുണ്ട് ഭരണം? മോശമാണ്. ഒരു മാറ്റം വേണം. വടക്കാഞ്ചേരിയില് ആര് വിജയിക്കും? വടക്കാഞ്ചേരി കാര്യം അറിയില്ല. പക്ഷെ ഒരു കട്ടക്കുണ്ട്. പക്ഷെ കേരളത്തിലൊരു മാറ്റം വേണം. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, താങ്ക് യു. നമസ്കാരം. ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? വളരെ മോശമായിട്ട് പോകും. എങ്ങനെയുണ്ട് ഭരണം? എങ്ങനെയുണ്ട്? അതിപ്പോ ഞാൻ ഒന്നും പറയാൻ ആളല്ല.
പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ JJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ.